അപ്പോൾ ഇന്ന് ചങ്ങലമ്പരണ്ടയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ എല്ലാ ആയുർവേദ മഹാന്മാരും വൈദ്യന്മാരും എല്ലാവരും ഉപയോഗിച്ചിരുന്നൊരു ചെടിയാണ് ചങ്ങലമ്പരണ്ട എന്ന് പറയുന്നത്. അത് ഇന്ന് കേരളത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെടിയായിട്ട് പല ദിക്കുകളും വളരുന്നു, വെട്ടിക്കളയുന്നു, നശിപ്പിച്ച് കളയുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് കുസാറ്റിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അസ്ഥികളെ യോജിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അവർ റിസർച്ചിൽ കൂടി പറഞ്ഞിട്ട് അത് ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. ഇതെല്ലാം ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇവിടുത്തെ മൺമറഞ്ഞ വൈദ്യന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയുകയും അവരത് ചെയ്തിരുന്നു. എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതച്ച് കയ്യിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടി, വടിയും വെച്ച് കെട്ടി, അതിൻ്റെ കൂടെ വേറെ ചില മരുന്നുകളും കൂടെ ചേർത്ത് വെച്ച് കെട്ടി എല്ലിന് യോജിപ്പിക്കാനുള്ള കഴിവ് ആ കാലങ്ങളിൽ അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് സ്റ്റീൽ പ്ലേറ്റ് ഇടുന്നതെന്നും നട്ട് ബോൾട്ട് ഇടുന്നതൊക്കെ. ഒടിഞ്ഞ എല്ലിനെ സംരക്ഷിക്കാനുള്ള കഴിവ് ഇതിനുള്ളത് കൊണ്ടാണ് ഈ ചങ്ങലമ്പരണ്ടയ്ക്ക് സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്നാണ് ഉള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് ഏറെ ആദരിക്കപ്പെടുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ എല്ലാ മാർക്കറ്റിലും ഇതിൻ്റെ ഒരു കെട്ട് കണക്കിന് ഓരോ 1, 2, 3 എണ്ണം നല്ല കിളിന്ത് 5, 6, 10 ഒക്കെ പീസുകൾ എടുത്ത് കെട്ടായിട്ട് വെച്ചിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. 10 രൂപ 20 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ചങ്ങലമ്പരണ്ട മേടിക്കാൻ കിട്ടും. അത് ആളുകൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ചമ്മന്തിപ്പൊടി, അവിയൽ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് അവർ ദിവസവും കഴിക്കുന്നു. എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടുള്ള എണ്ണ കാച്ചിട്ട് ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഇതെല്ലാം പഴയ വൈദ്യന്മാരുടെ ഒറ്റമൂലികളിൽ പെട്ടെന്നുള്ളതാണ്. അസ്ഥി ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് യോജിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട്. അസ്ഥിയുടെ കാര്യത്തിൽ ഒരു 100% ഈ ചങ്ങലമ്പരണ്ട വലിയ വിജയമാണ്. വിജയം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും ഞാൻ പറയുന്നതല്ല, വൈദ്യന്മാർ പറയുന്നത് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഒരു ചങ്ങല എന്ന് പറയുന്ന പരണ്ട എന്ന് പറഞ്ഞ പേര് പറയാൻ കഴിയുന്നത് ഓരോ ചെയിൻ മാതിരിയാണ്, ഓരോ പീസായിട്ടാണ് ഇത് അകത്തോട്ട് കഴിക്കാം, ഇതുകൊണ്ട് മരുന്നുണ്ടാക്കാം, എണ്ണ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ 4 തരം ചങ്ങലമ്പരണ്ടയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. അത് ഒരു പരണ്ട എന്ന് പറയും, അത് ഉരുണ്ടിരിക്കും ആ ഇത്. വേറൊന്ന് ഇരുപരണ്ട എന്ന് പറയും, അതിൻ്റെ 2 സൈഡ് മാത്രം ഉണ്ടാകും. ഇനി മൂപ്പരണ്ട എന്നുള്ള ഒരു 3 സൈഡുള്ള ഒരു പരണ്ട ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഇവിടെ ആ ചെടി ഞാൻ നട്ടു വളർത്തിയിട്ട് ഇവിടെ ഒരാൾ വന്നപ്പോൾ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്ക് അത് വേണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ പോകുന്ന സമയത്ത് ആ ചെടി അയാളുടെ കൂടെ പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പല ഔഷധ ചെടികളും നമ്മൾ നട്ടു വളർത്തിയിട്ട് അത് ജന്മസിദ്ധമായിട്ട് അടിച്ചു മാറ്റാൻ കഴിവുള്ള പല ആളുകളും നമ്മുടെ ഭൂലോകത്തുണ്ട്. അവർ പോകുന്നിടത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറയും, ചില ചെടികൾ ചില ആളുകൾ പോകുമ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയി കളയുന്നു. അപ്പോൾ അങ്ങനെ മുപ്പരണ്ട എന്ന് പറഞ്ഞാൽ 3 സൈസിലുണ്ടായിരുന്ന പരണ്ട ഇവിടുന്ന് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. ഇനി ഞാനത് എവിടെന്നെങ്കിലും തേടി കണ്ടുപിടിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഒരു പരണ്ട, ഇരുപരണ്ട, മുപ്പരണ്ട, 4 പരണ്ട. അപ്പം ഈ മുപ്പരണ്ടയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഇപ്പം എന്നെ കാണിക്കാനില്ല. അപ്പോൾ ഈ ചങ്ങലമ്പരണ്ടയ്ക്ക് എല്ലാത്തിനും ഔഷധ ഗുണം ഏറെയാണ്. സാധാരണ ഉപയോഗിക്കുന്നത് 4 സൈഡിലുള്ള ചങ്ങലമ്പരണ്ടയാണ് ഉപയോഗിക്കുന്നത്. ഇത് നട്ടു വളർത്തിയ മരത്തിലേക്ക് ഇങ്ങ് കയറിക്കോളും. അപ്പോൾ അതിന് എണ്ണ കാച്ചാൻ വേണ്ടി ഞാനൊരു പറമ്പിൽ ഇത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അത് മുറിച്ചു കൊണ്ടുപോയി അത് എടുത്ത് ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നുണ്ട്. ഇത് കയ്യിൽ ചമ്മന്തി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ചങ്ങലമ്പരണ്ട എടുത്തിട്ട് അരിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ വായ ചൊറിയൽ, വയറ്റിളക്കം വന്നു. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. പുളി ചേർത്തിരിക്കണം, ഉപ്പ് ചേർത്തിരിക്കണം, വേറെയും കുറേ സാധനങ്ങൾ ചേർക്കണം. ഇതൊക്കെ ചേർത്തിട്ട് ഈ ചങ്ങലമ്പരണ്ട കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ കഴിച്ചാൽ ചൊറിയും. മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ തൊലി ഇതിനകത്ത് സൈഡ് ചെത്തിക്കളയുമ്പോൾ തന്നെ ഗ്ലൗസ് ഉപയോഗിച്ചില്ലെങ്കിൽ കൈ ചൊറിയും. അപ്പോൾ അതുകൊണ്ട് ഈ വക സാധനങ്ങൾ അറിവുള്ള വൈദ്യന്മാരുടെ സഹായികളായിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നതോ അവർ ചെയ്യുന്നത് കണ്ട് പഠിക്കുകയോ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ. അപ്പോൾ ഈ ചങ്ങലമ്പരണ്ട ഏറെ ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ 6-7 തരത്തിൽ നമുക്കിതിനകത്ത് ഭക്ഷണ യോഗ്യമാക്കിയിട്ട് അവിയൽ മുതലുണ്ടാക്കാൻ സാധിക്കും. ഇതിനകത്ത് ഇതിൻ്റെ
ഇത് കരി എന്നുള്ളൊരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് കരി രൂപത്തിലാക്കി അത് പൊടിച്ച് മരുന്നായിട്ട് അകത്തോട്ട് കഴിക്കണം. എണ്ണ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ ചേർത്ത് 14 കൂട്ടം സാധനങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ ചങ്ങലംപരണ്ട കൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നത്. അതും ഞാനൊരു വൈദ്യരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഇപ്പോൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 1 വർഷമായി കൊടുക്കുന്നു. അപ്പോൾ ഈ ചങ്ങലംപരണ്ട എന്ന് പറയുന്ന ചെടി നമ്മൾ വീട്ടിൽ നട്ടുവളർത്ത് മാത്രമല്ല, അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളുണ്ടാക്കി ആ അറിവുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടി ഒന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പോൾ ഇത് വീട്ടിൽ നട്ടു വളർത്താൻ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല. വെറുതെ ഒരു കമ്പ് കൊണ്ടുപോയിട്ട് കളയും തലേന്ന് നോക്കാണ്ട് വെറുതെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലോട്ട് വന്നോളും. മുകളിലോട്ട് പോയി അത് പടർന്ന് അതുപോലെ പൂവുണ്ടാവും, നല്ല ഇലയുണ്ടാവും, പൂവുണ്ടാവും, കായ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാനും നല്ല രസമാണ്. അപ്പോൾ ഇവിടെ കായ ഉണ്ടാവുന്നതും പൂവുണ്ടാവുന്നതും കാണാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ കട്ട് ചെയ്ത് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്. അപ്പോൾ ഇത് എണ്ണ ഉണ്ടാക്കുന്നത് പുറത്ത് അസ്ഥിയുടെ രോഗങ്ങൾക്കുള്ളത്, അതിന് അസ്ഥികൾക്ക് ബലം ഉണ്ടാവാൻ വേണ്ടി 3-4 തരത്തിൽ നമുക്കത് പല വിധത്തിലുമായിട്ട് പൊടി, ചങ്ങലംപരണ്ടയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാക്കി അകത്തോട്ട് കഴിച്ച് കഴിഞ്ഞാൽ എല്ലുകൾക്ക് ബലമുണ്ടാവും. അപ്പോൾ ഈ എങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് പിന്നീട് സമയം കിട്ടുമ്പോൾ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചങ്ങലംപരണ്ടയുടെ അകത്തോട്ട് കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ഇതല്ല. അതിനകത്ത് നിർബന്ധമായിട്ടും ചേർക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. പച്ചയ്ക്ക് യാതൊരു കാരണവശാലും ഇത് വയറ്റിലോട്ട് ചെല്ലരുത്. വായ ചൊറിയും, വയറ്റിളക്കം വരും. അപ്പോൾ എണ്ണയിലിട്ട് മൂപ്പിക്കുകയോ അത് പൊടിച്ച് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അരച്ച് അതിൻ്റെ കൂടെ വേറെ പുളി, ഉപ്പ്, ഒരുപാട് സാധനങ്ങൾ ചേർക്കണം. അതൊക്കെ ചേർത്തിട്ട് മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചങ്ങലംപരണ്ട വീട്ടിൽ നട്ടു വളർത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നത് പെരണ്ട എന്നാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് തമിഴ്നാട്ടിലുള്ള മലയാളികൾക്കും ബാക്കിയുള്ളവരും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് ഉണ്ടാക്കുന്ന രീതി എല്ലാം പറഞ്ഞു തരും. അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. നന്ദി, നമസ്കാരം.